അമ്പാടിക്കണ്ണൻ്റെ സന്തോഷം കണ്ടോ, കീറിപ്പോയ പാവക്കുട്ടി എല്ലാം കൂടി ഞാൻ നല്ല വൃത്തിക്ക് തയ്ച്ചു കൊടുത്തപ്പോൾ കിട്ടിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ പോയി ഒരു സഞ്ചി എടുത്തിട്ട് അതിനകത്ത് സ്പൈഡർമാൻ്റെ പാവക്കുട്ടി, സ്പൈഡർമാൻ്റെ പാൻറ്, അങ്ങനെ കീറിയ എല്ലാ സാധനങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കീറിയിരിക്കുമല്ലേ, നമുക്കിത് തയ്ച്ചിട്ടൊക്കെ ഇടാന്ന്. അതുകൊണ്ടാണ് ഓർത്ത് എല്ലാ സാധനങ്ങളും കൂടെ എടുത്തു വെക്കുന്നത്. അപ്പോൾ അമ്മ ഈ തയ്യൽ പരിപാടി ഉള്ളതുകൊണ്ട് മെഷീനും സൂചിയും നൂലും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മെഷീൻ കേടായി കിടക്കുവാണ്. ഞാൻ വിചാരിച്ചത് കൈത്തയ്യൽ തയ്ച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഇനി കുഞ്ഞിന് വേറൊരെണ്ണം വാങ്ങി കൊടുത്തുകൂടെ ഇങ്ങനെ ദാരിദ്ര്യം കാണിക്കാതെ എന്നാണെങ്കിൽ രണ്ടാമത്തെ പാൻറ്റാണ് കേട്ടോ. ഇത് പെട്ടെന്ന് കീറി പോകുന്നുണ്ട്. അപ്പോൾ കീറുമ്പോൾ വേറെ വാങ്ങി കഴിഞ്ഞാൽ അവനൊരു വാല്യൂവും കാണത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ തയ്ച്ചിട്ടാൽ മതിയെന്ന്. അതുപോലെ തന്നെ ഈ സ്പൈഡർമാൻ്റെ പാവക്കുട്ടിയും രണ്ടാമത്തതാണ് കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ കീറി പോകുമ്പോൾ തയ്ച്ചിട്ട് കുറേ യൂസ് ചെയ്തിട്ട് വേറെ വാങ്ങിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം കൂടെ എടുക്കാൻ പറഞ്ഞു. നമ്മൾ കുറച്ച് സമയം ഇരിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് സന്തോഷമാവുമല്ലോ, നമ്മളിങ്ങനെ എഫേർട്ടൊക്കെ ഇട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആവുമല്ലോ. അങ്ങനെ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ ഉണ്ണിച്ചേനുണ്ട്, പ്രീത ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പുചേനും ഇന്ന് വരും കേട്ടോ. അപ്പോൾ ഇതിലെല്ലാത്തിനേക്കാളും ഉപരി ഇന്ന് ചിക്കനും ഉണ്ട്. അങ്ങനെ തുള്ളിച്ചാടി നേരെ വീട്ടിലേക്ക് പോയപ്പോൾ ഓൾറെഡി അവിടെ 2-3 ബൈക്ക് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പുറത്തെ പെരയിടത്തിലൊക്കെ ഈ വയലായതുകൊണ്ട് അവിടെ ഫുൾ ഇങ്ങനെ കിളയിൽ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ കാട് പറിച്ചാലും പെട്ടെന്ന് ഈ വയലായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാട് കയറും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെന്നപാടെ ഞാൻ അങ്ങ് അമ്പാടിക്കണ്ണൻ്റെ പാൻറ്റും എടുത്തങ്ങ് ഇരിപ്പായി. ഇത് കഴിഞ്ഞിട്ട് പാവക്കുട്ടി തയ്ക്കണം. അപ്പോൾ കണ്ടു അമ്പാടിയുടെ പാൻറ്റ് സെറ്റായവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ തന്നെ ആശാൻ അതങ്ങ് എടുത്തിട്ട് തുള്ളിച്ചാടി ഒരു ചിരിയൊക്കെ അങ്ങ് പാസ്സാക്കി. ഇത് കഴിഞ്ഞിട്ട് അതീവ സൂക്ഷ്മതയോടെ ഞാൻ ആ പാവക്കുട്ടനെ അങ്ങ് തുന്നി കെട്ടി. അമ്മാമ്മ ഇത് എന്തുവാ നടക്കുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കണ്ടോ അതിൻ്റെ ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ചയായി. അത് കഴിഞ്ഞിട്ടായിരുന്നു നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ വെക്കാനുള്ള പരിപാടി. എന്ന് വെച്ചാൽ 3 മണിയൊക്കെ ആയി കേട്ടോ എല്ലാവരും കൂടെ കഴിച്ചപ്പോൾ തന്നെ. പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഉള്ളി സവാളയൊക്കെ അരിഞ്ഞ് അതിനിടയിൽ ഞാൻ വന്ന് സാരിയൊക്കെ പ്ലീറ്റ് എടുത്തിട്ട് എനിക്കിങ്ങനെ കുറേ എന്താണെന്ന് അറിഞ്ഞൂടെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഞാൻ സാരിയൊക്കെ കാണുമ്പോൾ വെറുതെ പ്ലീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. അപ്പോൾ എന്തായാലും ഉണ്ണിച്ചേൻ്റെ സ്പെഷ്യലായിരുന്നു രസവും ചിക്കനും. അടിപൊളിയായിരുന്നു. കഴിഞ്ഞപ്പോൾ അങ്ങ് വൈകുന്നേരമായി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച. അപ്പോൾ ടാറ്റാ ബൈ.